ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഈ അമ്മാവെച്ചാണ് തുടക്കം. സിഗ്നലിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തോ കാര്യമായിട്ട് പോക്കറ്റിൽ തപ്പുന്നുണ്ട്. ഏട്ടൻ എന്തോ താഴെ വീണു. സിഗ്നൽ മോണായി. ഇൻസിഗ്നൽ ആയിട്ട് വണ്ടി നിർത്തിയുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ബാക്കിയുള്ള വണ്ടിക്കാർ ഹോണിന്റെ മേലെ നിന്ന് കൈയെടുത്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് പാവം തോന്നി ഞാൻ അടിച്ചില്ല കേട്ടോ. ഞാൻ ചെയ്തതിന് എന്തേലും കറക്റ്റുമ്പോ ഗായ്സ്. സ്വർഗത്തെക്കാൾ സുന്ദരമാണി സ്വപ്നം വിതരും യാമം. ഉടമ കയറി വരുന്നടാ. ഇന്ത്യക്കാരനുമില്ല, ശ്രദ്ധയുമില്ല. നമ്മൾക്ക് എങ്ങനെ സമാധാനമായിട്ട് റോഡിലൂടെ വണ്ടി ഓടിക്കും? അതിന് റോഡ് എവിടെയല്ലേ? ഫുള്ള് കുഴിയും തോടുമാണല്ലോ. അടുത്ത കണ്ടസ്റ്റന്റ് ഈ വരുന്ന സ്കൂട്ടി ചേട്ടനാണ്. ഒരു റോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ കുറച്ചുമില്ല അദ്ദേഹം ചെയ്യുന്നത്. കണ്ടോളൂ, ഒരു കാറിന്റെ ഇടതുവശത്തു കൂടിയാണ് അദ്ദേഹം ഓവർടേക്ക് ചെയ്യുന്നത്. അതും ഒരു ഹോൺ പോലും അടിക്കാതെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടവുമല്ല. അതുപോലെ തന്നെ ഇടതുവശത്തു കൂടി ഹോൺ അടിക്കാതെ ഓവർടേക്ക് ചെയ്യുന്നത് ഡേഞ്ചറുമാണ്. സോ ഗൈസ്, നിങ്ങൾ ചെയ്യാതിരിക്കുക, ഓക്കെ? ഈ ലോറിച്ചേട്ടന് സൗണ്ട് വല്ലാണ്ട് ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒറ്റ തവണ ഹോൺ അടിച്ചേ ഉള്ളൂ. അദ്ദേഹം നോക്കി പീഡിപ്പിക്കുന്നു. എന്താ ചേട്ടാ, ഫിയർ ആയോ? ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കാൻ എനിക്ക് വിളിച്ചതാണെന്നേ. ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. നമുക്ക് നമ്മളുടെ പണി നോക്കാം എന്നും പറഞ്ഞു പോകുമ്പോ ദേവെന്ന ചേട്ടൻ വെട്ടി പാവം പോയിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ച് സ്പീഡ് പോയിട്ട് മുന്നത്തെ കാഴ്ചകൾ കാണാം. റോഡിലൂടെ ഒന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വണ്ടികളൊക്കെ ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുന്നത് നോക്കി നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് തന്നു. അത്രേ ഉള്ളൂ. കുറച്ചു മുമ്പിൽ ഒരു ഓട്ടോചേട്ടനെ കാണിച്ചു തരാം. അവർ സ്ഥിരം പരിപാടി കാണിക്കുന്നത് കണ്ടോളൂ. ഇതാ മുന്നേ പോണ ഓട്ടോചേട്ടനെ കണ്ടോ? എത്ര നേരമായ അദ്ദേഹം വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാവോ? അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇടതുവശത്ത് കൂടി ഇടത്തെ ഏതാ സ്ഥിരം സ്വഭാവം കാണിക്കുന്നത്. എന്താ ചെയ്യലേ? അടുത്തതും ഒരു മാസ് ഓട്ടോചേട്ടനാണ്. യൂട്ടേൺ എടുക്കാൻ മടിയായതുകൊണ്ടാവും അദ്ദേഹം ഈ വഴി വരുന്നത്. നമ്മളെന്തെങ്കിലും പറഞ്ഞപ്പോ അവർ കേക്കോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമില്ലാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.